പിന്നെ ഈ മുതലിനെ പിന്നെ അറിയാലോ, ഇത് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെ ശബരിമലയ്ക്ക് കൊണ്ടുപോവാ. ഈ മുതലിനെ പിന്നെ എന്തായാലും ഇല്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങള് ഉണ്ട്. പറ നിന്നെ പറ്റി ക്യാരക്ടർ മോനെ ശ്രീമന്റെ അതല്ല വട്ടപ്പേര് പറ. വലിയ പേരാണല്ലോ. മോനിങ്ങനെയുള്ള യക്ഷിക്കഥകളിലൊക്കെ പേടിയുണ്ടോ ശ്രീമതിന്? 3-4 യക്ഷിക്കഥ പറഞ്ഞു പറഞ്ഞാ അമ്മൂമ്മ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരാറൊക്കെ ഉണ്ടോ? എനിക്ക് ഓൾറെഡി ഭയങ്കര പേടിയാണ് വീട്ടിലൊക്കെ. സ്കൂളിലുള്ള എല്ലാ പെമ്പിളാർക്കും യക്ഷിക്കഥ പറഞ്ഞു കൊടുക്കും. കഥയൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയോ? സുമതി വരുന്നുണ്ടോ ശബരിമലയ്ക്ക് എന്നൊക്കെ ചോദിച്ചു കളയും. ഈ മാളികപ്പുറത്തിൽ ഈ തുളസി പി വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഡയലോഗ് എഴുതിയതിന്റെ ഇൻസ്പിറേഷൻ ഇവനാ. ആ സിനിമ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം രാവിലെ ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആ സീനിൽ അഭിനയിക്കാൻ പാസിംഗ് ആയിട്ട് കുറെ സ്കൂൾ കുട്ടികൾ, ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതിന്റെ നടുക്ക് നിൽക്കുകയാണ് ആശാൻ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു ആരാടാ അത്? അത് ചേട്ടാ ഇവിടെയുള്ള കുട്ടികളാണ്, ഞാൻ പരിചയപ്പെട്ടു. അത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു സീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്പോട്ടിൽ ഉണ്ടാക്കിയതാണ് ആ ഇത്. അവൻ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കല്ലോ, അവൻ ജീവിച്ചു കാണിച്ചു.